ISL മത്സരത്തിനിടെ ആരാധക പ്രതിഷേധം പോലീസ് വിലക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്. പ്രതിഷേധങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചെന്ന ആരോപണം തെറ്റാണ് എന്നും ആരാധകർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്നും മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകും. അനിൽ, ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പറയുന്നത് ഈ പോലീസിനെ അതിൽ ഇടപെടിച്ചതിൽ അല്ലെങ്കിൽ പോലീസ് അതിൽ ഇടപെട്ടതിൽ മാനേജ്മെന്റിന് പങ്കില്ല, അത് പോലീസ് സ്വമേധയാ എടുത്ത നടപടി എന്നാണോ? അങ്ങനെ കരുതാമോ? അങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഈ വിശദീകരണ കുറിപ്പിൽ പറയുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ, അതായത് ഒഡീഷ FCക്കെതിരായ മത്സരത്തിന് മുമ്പായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഒരു പ്രതിഷേധ റാലിക്ക് ആഹ്വാനം ചെയ്തിരുന്നു. മത്സരത്തിന് മുമ്പായി അവരുടെ ഈസ്റ്റ് ഗാലറിക്ക് മുമ്പ് തമ്പടിക്കണമെന്നും അവിടെ നിന്ന് പ്രതിഷേധ റാലി തുടങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ മത്സരത്തിന് തൊട്ട് മുമ്പ് നമ്മൾ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവിടെ ബാരിക്കേഡുകൾ വരുന്നു. മുൻകാലത്ത് ഇത്ര കാലമായി അങ്ങനെ ഒരു പതിവ് കണ്ടിട്ടില്ല. അങ്ങനെ ബാരിക്കേഡുകൾ വരുന്നു. ഒടുവിൽ ഇവരുടെ മഞ്ഞപ്പടയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളെയൊക്കെ വിളിച്ച് പോലീസ് സംസാരിക്കുന്നത് നമ്മളും കേട്ടതാണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പ്രതിഷേധിക്കാൻ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങളെ റിമാൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുമെന്നൊക്കെ തന്നെ അവരോട് പറയുകയുണ്ടായിരുന്നു. ഒരു തരത്തിൽ ഭീഷണി തന്നെയായിരുന്നു. ഇതോടുകൂടി ഒടുവിൽ മഞ്ഞപ്പടയ്ക്ക് അല്ലെങ്കിൽ ആ ആരാധക കൂട്ടായ്മയ്ക്ക് പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. അവരുടെ ജീവനും അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ കാര്യങ്ങളിലേക്കൊന്നും ഒരുപക്ഷെ കടന്നു കാണാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അതുകൂടി സ്പോയിലാവും എന്ന് കരുതിയാവും അവർ പ്രതിഷേധം ഒഴിവാക്കേണ്ടി വന്നത്. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഒരുപക്ഷെ ഇത്രയും തോൽവി നേരിട്ടിട്ടും 10 വർഷമായി ടീമിനെ പിന്തുണയ്ക്കുന്നവരാണ്. പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ലാതെ ടീമിനെ പിന്തുണയ്ക്കുന്നവരാണ് ഈ ആരാധകർ. പക്ഷേ നല്ല സൈനിങ്ങുകളോ കോച്ചിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് അവർ പ്രതിഷേധത്തിലേക്ക് കിടന്നത്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പറയുന്നത് പോലീസിനെ ഉപയോഗിച്ച് തങ്ങളല്ല അടിച്ചമർത്തപ്പെട്ടത്. അതായത് പോലീസിന് ഈ ഗാലറിയിൽ മറ്റ് കാണികളുടെ സുരക്ഷയും സ്വൈര്യത്തോടുകൂടി കളി കാണാനുള്ള അവകാശമൊക്കെ തന്നെ അത് നിലനിർത്താനുള്ള കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ പോലീസ് സ്വന്തം നിലയിൽ ഇടപെട്ടതായിരിക്കും. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇടപെട്ടുകൊണ്ടല്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അന്വേഷണം നടത്തിയ ശേഷം എന്താണെന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് കരുതുന്നു. ഇപ്പോഴും ആരാധകരും മാനേജ്മെൻറ്റും തമ്മിൽ വലിയ തർക്കം തുടരുകയാണ്. അടുത്ത മത്സരത്തിലും ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. വിജയകുമാർ. എന്തായാലും ക്ലബ്ബ് മാനേജ്മെന്റും ആരാധകരും തമ്മിൽ തർക്കം തുടരുന്നതിനിടെയായിരുന്നു പോലീസ് പ്രതിഷേധം തടഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് മാനേജ്മെന്റ് കൈയൊഴിയുകയാണ്. പക്ഷേ ആരാധകർക്ക് അതിൽ ചില സംശയങ്ങളുണ്ട്. അപ്പോൾ അടുത്ത മത്സരങ്ങളിൽ എങ്ങനെയായിരിക്കും ആരാധകർ പ്രതികരിക്കുക എന്നുകൂടി ഇനി അറിയേണ്ടതുണ്ട്. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.